കേരള വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മിക്സ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം അനിയൻസ് ഒരു 1 മീഡിയം സൈസ് ക്യൂബ്ഡൈസ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് ബീൻസ്, 1 കപ്പ് പീസ്, 1/2 കപ്പ് ക്യാരറ്റ്, പിന്നെ ഒരു 1 കപ്പ് പൊട്ടേറ്റോ. അപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം ഷേപ്പിൽ തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഒരു കുക്കാവാനും ഇതുണ്ടാവും, ഈവനായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഭംഗിയുണ്ടാവും. അപ്പം ഇത് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വെസലിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ആവശ്യത്തിന് സോൾട്ട് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്തിട്ട് വെള്ളവും നമ്മൾ അതുപോലെ ആഡ് ചെയ്യുക. വെള്ളം ജസ്റ്റ് അതിൻ്റെ ഒരു വെജിറ്റബിളിൻ്റെ ലെവൽ വരെ മതി, കാരണം ഒരുപാട് സ്മഷി ആവേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്പാച്ചുലയിട്ടൊന്ന് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു വെസിൽ വരുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ സീസണിങ് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രൈൻഡറിൽ ഒരു 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുക്കുക. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1 ടീസ്പൂൺ കാർഡമം, ഏലക്ക. ഇത് ഗ്രൈൻഡ്സ് ആണെങ്കിൽ നല്ലത്, കാരണം പൊടിയല്ലാതെ ജസ്റ്റ് അതിൻ്റെ ഒരു സീഡ്സ് മതി. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഗ്രാമ്പൂ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചോപ്ഡ് ആയിട്ടുള്ള ജിഞ്ചർ ഒരു 1 ടീസ്പൂൺ, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് നമ്മൾ ആഡ് ചെയ്യാം. ഞാനിവിടെ പിന്നെ ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ഒരു 1/2 ഗ്രീൻ ചില്ലിയാണ്. എൻ്റെ ചില്ലിക്ക് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു 1/2 എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡൈസ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ ഒരു 6-7 കാഷ്യൂ നട്ട്സ്. അപ്പോൾ അത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലേവർ കൊണ്ടുവരും അതിൽ. പിന്നെ അതുപോലെ ഒരു 1 ടീസ്പൂൺ ഫെനലും, പിന്നെ അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടേർമറിക് പൗഡറും. പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് അത് ഫൈൻ പേസ്റ്റ് ആക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എക്സസ് വാട്ടർ വേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ എടുക്കണം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വെള്ളം ഒരുപാട് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൺസിസ്റ്റൻസിയും ഒക്കെ മാറും. ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം, വളരെ ഫൈനായിട്ട് ഇതുപോലെ ഒരു തിക്നെസ്സിലും ഈ ഒരു കൺസിസ്റ്റൻസിയിലും വേണം നമുക്കത് പ്രിപ്പയർ ചെയ്ത് അരിഞ്ഞ് കിട്ടാനായിട്ട്. ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേന് എനിക്ക് കറക്റ്റായിട്ട് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് നല്ല കുക്കായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു ബോയിലിംഗ് പോയിൻറ്റിൽ ഓപ്പൺ ചെയ്ത് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു റോ ഫ്ലേവറും മാറി ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് കറക്റ്റ് നമ്മുടെ ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അത് കറിയായിട്ട് തന്നെ നമുക്കത് കിട്ടും. ഇനി നമുക്ക് ഒരു പാനിൽ കോക്കനട്ട് ഓയിലിൽ നമുക്ക് കുറച്ച് മസ്റ്റേർഡ് നമുക്ക് സ്പ്ലട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ അത് സ്പ്ലട്ടർ ചെയ്ത ശേഷം കുറച്ച് അനിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതുപോലെ കറി ലീവ്സും നമുക്ക് ഇടണം. പക്ഷേ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പക്ഷേ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് അത് ഇടുക. അപ്പോൾ ഇത് കടുക് പൊട്ടിച്ചതും കൂടി നമുക്കിനി നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കടുക് പൊട്ടിച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേന് അതുപോലെ ആവശ്യമെങ്കിൽ കുറച്ചും കൂടി കോക്കനട്ട് ഓയിൽ നമുക്ക് മുകളിലൊന്ന് ജസ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒക്കെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്താൽ നല്ല റിച്ച് ഫ്ലേവർ, അരോമാറ്റിക് ആയിട്ടുള്ള ഫ്ലേവർ ആയിരിക്കും അത്. ഇപ്പോൾ എല്ലാവരും കണ്ട പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ല. അപ്പം ഇത് അപ്പത്തിൻ്റെ കൂടെയും അല്ലെ പത്തിരിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.